ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗോവിന്ദനാകെ ദേഷ്യം കയറിയിട്ട് രഞ്ജുവിനോട് ചോദിക്കുക, പറ രഞ്ജു, നിന്നോട് ആരെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എനിക്കറിയണം. അപ്പോൾ രഞ്ജു ഒന്നും മിണ്ടാതെ നിൽക്കുക. പറ രഞ്ജു, എനിക്കറിയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാര്യം നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനെല്ലാം ക്ഷമിക്കുന്നുണ്ട്. പക്ഷേ ഗീതുവിൻ്റെ എൻ്റെയും എഗ്രിമെൻ്റ് മാരേജ് ആയിരുന്നു നിന്നോട് ആരാ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവും. ഞാൻ നിന്നോടത് പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞത് ആ സ്ത്രീയാണോ, നമ്മുടെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ? അത് കേട്ടതും, അല്ല ഗോവിന്ദേട്ടാ, അവരല്ല പറഞ്ഞത്. പിന്നെ ആരാ അത് പറഞ്ഞത്? നീ എന്നോട് പറ. എന്നോട് നീ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവും. അത് കേട്ടതും രഞ്ജു കുറച്ചു നേരം ആലോചിച്ചു. പറയണോ വേണ്ടേന്ന് ചിന്തിച്ചു. അതിനുശേഷം, എന്താ രഞ്ജു, എന്താ നീ ആലോചിക്കുന്നേ? പറയാനല്ലേ പറഞ്ഞത്. എനിക്കറിയണം, അതാരാ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് കേട്ടതും ടെൻഷനോടെ രഞ്ജു അന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അത് അന്നൊരു ദിവസം ഞാൻ ഇതുപോലെ AGM-ൽ നിൽക്കുമ്പോൾ കിഷോറാണ് എന്നോടെല്ലാം പറഞ്ഞത്. കിഷോറോ? അതെ ഗോവിന്ദേട്ടാ, കിഷോർ എന്ന് പറയുന്ന ആളാണ് എന്നോടെല്ലാം പറഞ്ഞത്. ഗീതുവിൻ്റെയും ഗോവിന്ദേട്ടൻ്റെയും ഒരു എഗ്രിമെൻ്റ് മാരേജ് ആയിരുന്നെന്നും ഗീതുവിന് മുമ്പ് ഒരു അഫെയർ ഉണ്ടായിരുന്നെന്നും അയാൾ ഗീതുവിന് ചതിച്ചതെന്നും എല്ലാം പറഞ്ഞു. പിന്നെ പ്രിയയുടെ കല്യാണം നടക്കാൻ വേണ്ടിയുള്ള ഒരു എഗ്രിമെൻ്റ് കല്യാണം മാത്രമായിരുന്നു അത്. പ്രിയയുടെ കല്യാണം നടക്കണമെങ്കിൽ ഗോവിന്ദേട്ടനും ഗീതു ഒന്നിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ കല്യാണം നടന്നത്. അതിനുശേഷം ഗോവിന്ദേട്ടനും ഗീതുവും ഒരു ദിവസം പോലും സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല എന്നും എപ്പോഴാണ് പിരിയേണ്ടതെന്നുള്ള ആലോചനയിലൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ്. രഞ്ജു, ഇത് നിൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. സത്യമാണ്, ഞങ്ങൾ എഗ്രിമെൻ്റ് പ്രകാരമാണ് കല്യാണം കഴിച്ചത്. പക്ഷെ ഒരിക്കലും എനിക്കിപ്പോൾ ഗീതുവിന് പിരിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഗീതു എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. വേണ്ട ഗോവിന്ദേട്ടാ, അവൾ നമ്മുടെ ശത്രുവാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ സ്ത്രീയെ സ്നേഹിക്കുന്ന അവളെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഗോവിന്ദേട്ടാ. അത് കേട്ടതും, രഞ്ജു, അവൾക്കറിയില്ലല്ലോ ആ സ്ത്രീ ആരാണെന്ന്. നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സ്ത്രീയാണ് അവരെന്ന് ഗീതു അറിഞ്ഞാൽ ഉറപ്പായിട്ടും ഗീതുവും വിജയലക്ഷ്മിയിൽ നിന്നും അകലും. അത് ഉറപ്പാണ്. പക്ഷേ നമുക്ക് ഈ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേണ്ട, നീ ഗീതുവിനോട് ഇങ്ങനെ വാശി കാണിക്കരുത്. അവൾ നിൻ്റെ ഏട്ടത്തിയമ്മയാണ്, അത് നീ ചിന്തിക്കണം. ഇല്ല ഏട്ടാ, ഒരിക്കലുമില്ല. എനിക്ക് അവളോട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. കാരണം എൻ്റെ ഗോവിന്ദേട്ടനെ എന്നിൽ നിന്നും അകറ്റിയത് അവൾ ഒറ്റ ഒരുത്തിയാ. ആര് പറഞ്ഞു? ഒരിക്കലുമില്ല. നമ്മൾ വെറുക്കുന്ന ആ സ്ത്രീ തന്നെയാണ് നമ്മളെ തമ്മിൽ അകറ്റിയത്. അല്ലാതെ ഗീതുവിനെ നീ ഇതാക്കണ്ട. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതും പറഞ്ഞ് ഗീതുവിനെ വിഷമിപ്പിക്കുകയും ചെയ്യരുത്. ഇപ്പം തന്നെ ഗീതു മുറിയിൽ ഒരുപാട് നേരം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഓഹോ, അപ്പോൾ ഏട്ടന് ഗീതു എന്ന് വെച്ചാൽ ജീവന അല്ലേ ഏട്ടാ? അതെ രഞ്ജു, എനിക്ക് ഗീതു എന്ന് വെച്ചാൽ ജീവന. ഗീതുവിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അവൾ എന്നെ സ്നേഹിക്കാതിരുന്ന സമയത്ത് ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹം അവൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു പക്ഷേ അവളെന്നെ സ്നേഹിച്ചോ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നീ ആയിട്ടത് ഇല്ലാതാക്കരുത്. എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ എൻ്റെ ഗീതു മാത്രമേ ഉള്ളൂ, കേട്ടോ? അപ്പം ഞാനും ഏട്ടാ, നീയും എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നീ കല്യാണം കഴിഞ്ഞാൽ നാളെ മറ്റൊരു പയ്യനോടൊപ്പം പോകാനുള്ളതല്ലേ? അപ്പോഴും ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള കാര്യം നീ ചിന്തിച്ചില്ലേ? അന്നും രണ്ടാനമ്മയായ രാധികാമ്മയും വരുണും രേഖയും ഒക്കെയാണ് എനിക്കിവിടെ കൂട്ടായിട്ടുള്ളത്. ആരും എൻ്റെ സ്വന്തമല്ല. പക്ഷെ എൻ്റെ സ്വന്തമായിട്ട് എനിക്കിവിടെ ഉണ്ടാവാൻ പോകുന്നത് ഗീതു മാത്രമാണ്. പിന്നെ എന്താ ഏട്ടൻ ഗീതുവിൽ നിന്നും അകന്നകന്ന് പോകുന്നത്? എന്നാൽ പിന്നെ അവളെ സ്നേഹിച്ച് അവളോടൊപ്പം നിന്നൂടെ? അത് കേട്ടതും ഗോവിന്ദ്, അതിനെനിക്ക് കഴിയുന്നില്ല മോളെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവളെ അത്രയും സ്നേഹിച്ചിട്ട് കിഷോർ എന്ന് പറയുന്നതിനോടൊപ്പം പോകാൻ വേണ്ടി അവൾ ഒരുപാട് നാടകം കളിച്ചതാണ്. ഇവിടെ നിന്നും ബാംഗ്ലൂർ വരെ കൊണ്ടാക്കിയതാണ് ഞാൻ അവളെ. അവൾ ഓരോ ദിവസവും കിഷോറിനോടൊപ്പം പോയി എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് എനിക്ക് തന്നത്. അതൊന്നും എനിക്ക് മറക്കാനോ പൊറുക്കാനോ കഴിയാത്ത തെറ്റുകൾ അവൾ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അവളോട് ക്ഷമിക്കാതെ നിൽക്കുന്നത്. പക്ഷെ അവളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. അവളൊരു ചെറിയ കുട്ടിയെ പോലെ രഞ്ജു. എപ്പോഴും അവളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളിലേക്കും അവൾ എത്തണം. അവൾ പഠിച്ച് IAS ആകണം. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇനി നീ ഗീതുവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങ് പോയി കഴിഞ്ഞതും രഞ്ജു ആലോചിക്കുകയാണ്. ഗോവിന്ദേട്ടൻ്റെ മനസ്സിൽ ഗീതുവിനുള്ള സ്ഥാനം ഒരുപാട് മുകളിലാണ്. അത് എങ്ങനെയെങ്കിലും താഴേക്കാക്കണം. ഗോവിന്ദേട്ടൻ എന്നെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ. ഇത്രയും നാളും എൻ്റെ ഏട്ടൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. അതെ, അനിയത്തി എന്ന നിലയ്ക്ക് അത് പ്രിയയ്ക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ആ സ്നേഹം എനിക്കൂടെ കിട്ടണം.
അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും മുറിയിലെത്തിയ ഗോവിന്ദനോട് ഗീതു ചോദിക്കണം, എന്താണ് എല്ലാ കാര്യങ്ങളും രഞ്ജുവിനോട് ചോദിച്ചോ? ആ ചോദിച്ചു ഗീതു. പിന്നെ ആരാ ഇതൊക്കെ പറഞ്ഞത്? ഗോവിന്ദേട്ടനല്ലേ? കണ്ണേട്ടനല്ലേ? എനിക്ക് നല്ല ഉറപ്പുണ്ട് കണ്ണേട്ടനല്ലാതെ ഇത് മറ്റാരും പറയില്ല. ദേ ഗീതു, നീ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന. പിന്നെ പറ, ആരാ ഇതൊക്കെ പറഞ്ഞത്? എനിക്കറിയണം. അത് കേട്ടതും, അത് പറഞ്ഞത് ഞാനല്ല ഗീതു, പിന്നെ ആരാണ്? നമ്മുടെ ശത്രുവോ? ആര്? നിങ്ങളുടെ രണ്ടാനമ്മയാണോ? എൻ്റെ രണ്ടാനമ്മ എൻ്റെ ശത്രുവല്ല, നിന്റെ മാത്രം ശത്രുവാണ്. പിന്നെ ആരാ പറഞ്ഞത്? എനിക്കിപ്പോൾ അറിയണം. കിഷോറാണത് പറഞ്ഞത്. അത് കേട്ടതും ഗീതു ഞെട്ടി. എന്ത്? കിഷോറോ? അതെ, AGM-ൽ പോയ രഞ്ജുവിനോട് നിൻ്റെയും എൻ്റെയും എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു കൊടുത്തത് കിഷോറാണ്. അതുകൊണ്ടാണ് രഞ്ജു ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇനി നമ്മൾ അടക്കേണ്ടത് കിഷോറിൻ്റെ വായയാണ്. അവൻ ഓഫീസിലെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ കയറിയും കളിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ, മനസ്സിലായോ? അത് കേട്ടതും, നാളെ ഞാൻ അവനെ ഒന്ന് കാണുന്നുണ്ട്, നേരെ ഒന്ന് വെളുത്തോട്ടെ. എനിക്ക് ആ കിഷോറിൻ്റെ മുഖത്ത് നോക്കി 5-6 വർത്താനം പറയണം. വെറുതെ ഞാൻ അവനെ വിടില്ല. പോട്ടെ എന്ന് അവർണികയെക്കുറിച്ച് ഓർത്ത് ക്ഷമിക്കുമ്പോഴും അവൻ എൻ്റെ തലയിൽ കയറിയിരിക്കുക. എൻ്റെ ജീവിതത്തിൽ കയറി കളിച്ച അവൻ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. അത് കേട്ടതും ഗീതു, വേണ്ട, നീ ഒറ്റയ്ക്ക് അവനെ ഒന്നും ചെയ്യണ്ട, ഞാനുണ്ടല്ലോ, നീ ധൈര്യമായിട്ടിരിക്കേ. വേണ്ട കണ്ണേട്ടാ, ഇത് കണ്ണേട്ടൻ ഇടപെടേണ്ട കാര്യമല്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് തീർക്കും. എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടാൻ നിന്നാ അവൻ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യപ്പെട്ട് ആ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ഗോവിന്ദ്, ഗീതു എന്താ കണ്ണേട്ടാ? ദേ, അവൻ നിൻ്റെ ജീവിതത്തിൽ കയറി കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം ശരിയാ, പക്ഷെ ഒറ്റയ്ക്ക് അവനോടൊന്നും മുട്ടാൻ പോകണ്ട. ലോക വൃത്തികെട്ടവനവൻ, എനിക്കറിയാം കണ്ണേട്ടാ. പിന്നെ ഞാൻ അവനോട് ക്ഷമിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? പാവം അവർണികയെക്കുറിച്ച് ഓർത്തിട്ടാ. അവർണിക നല്ലൊരു പെങ്കൊച്ച. ആ പെങ്കൊച്ച് ഇവൻ്റെ വലയിൽ വീണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. ഇപ്പോൾ കണ്ണേട്ടനൊരു കാര്യം അറിയോ? എന്താ ഗീതു? അവർണിക പ്രഗ്നൻ്റാണ്. അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി. എന്ത്? പ്രഗ്നൻ്റോ? അതെ, അവനെപ്പോലെ ഒരു വൃത്തികെട്ടവൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ട്. ആ കുഞ്ഞിനെ ഒന്ന് കാണുക പോലും ഇവൻ കാണിക്കുന്നില്ല. ആ കുഞ്ഞിനെ കുറിച്ച് പറയാൻ വേണ്ടി അവർണിക വിളിച്ചപ്പോൾ പോലും അവ ഫോൺ എടുത്തില്ല. ഭയങ്കര ധൃതിയായിരുന്നു. അപ്പോൾ ഫോൺ എടുത്തപ്പോഴോ ഒരുപാട് ചീത്തയും പറഞ്ഞു. അതൊക്കെ കൊണ്ട് ഭയങ്കര സങ്കടമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുക. പിന്നീട് രാത്രിയായപ്പോൾ നമ്മുടെ രാധിക, വരുൺ 2 പേരും കിഷോറിനെ കാണാനായിട്ട് ചെല്ലുക. എടാ, നീ ഒറ്റൊരുത്തനാണ് എനിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കി ഗീതുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതല്ലേ? നിന്നെ ഞാൻ ശരിയാക്കൂടാ, നിന്നെ ഞാൻ കൊല്ലുവടാ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ കിഷോറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എന്നിട്ടൊരൊറ്റ ചവിട്ട് തെറിച്ചുപോയി. കിഷോർ അവിടെ വീണ് കിഷോർ ചാടി എഴുന്നേറ്റ് വരുണിൻ്റെ അടുത്തേക്ക് വന്നു. നീ എന്നെ ഒറ്റിക്കൊടുക്കും അല്ലേടാ? അതിന് മാത്രം നീ വളർന്നു എന്ന് നീ കണ്ടോ? ഈ വരുൺ ആരാണെന്നെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കാൻ പോകുമ്പോഴത്തേക്കും കിഷോർ വരുണിൻ്റെ കൈ കയറി തടുക്കുകയാണ്. ദേ, തൊട്ടു പോകരുതെന്നെ, എൻ്റെ മേത്ത് ഒരു പോറൽ പോലും വീണ രാധിക മാഡം നിങ്ങളുടെ മോൻ അനുഭവിക്കും. മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അത് കേട്ടതും രാധിക, എൻ്റെ മോനെ അറയ്ക്കൽ നിന്നും ഇറക്കി വിടാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നീ വലിയ ആളെ പോലെ നിന്ന് എന്നോട് വെല്ലുവിളിക്കുന്നോ? ഈ രാധിക ആരാണെന്ന് നിനക്കറിയില്ല. മര്യാദയ്ക്ക് എന്തിനു വേണ്ടിയാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. വേറൊന്നിനും വേണ്ടിയല്ല, ഗീതുവിനെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ രാധിക, ഇങ്ങനൊരു കാര്യം ചെയ്ത ഗീതു നിൻ്റെ വലയിൽ വീഴുമെന്ന് എന്താ ഉറപ്പ്? ഉറപ്പായിട്ടും വീഴും. കാരണം ഗീതു ഇത്രയും നാളും പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല. ഗീതു വീഴുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഉറപ്പായിട്ടും അവൾ വീണിരിക്കും എന്നും നമ്മുടെ കിഷോർ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഗീതുവിനെ വളയ്ക്കാൻ നീ എന്ത് ചെയ്താലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. പക്ഷേ എൻ്റെ മകനെ പുറത്താക്കിയിട്ടുള്ള ഈ പരിപാടി അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മോൻ അറയ്ക്കലിലേക്ക് തിരിച്ചു കയറണം. അതിനെന്ത് വേണമെങ്കിലും നീ ചെയ്തേ മതിയാകൂ. അത് കേട്ടതും, ഞാനിത് ചെയ്തത് എന്തിനാണെന്ന് മാഡത്തിന് നന്നായിട്ടറിയാം. ഇത്രയും നാളും ഗീതു ഉണ്ടാക്കിയ തെളിവുകളെല്ലാം അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. പിന്നെ ഇതുപോലൊരു തെളിവ് ഞാൻ ഉണ്ടാക്കി അവളുടെ കയ്യിൽ കൊടുത്തു. അവളുടെ ശത്രുവായ വരുണേട്ടനെയും രാധിക മാമിനെയും ഞാൻ പുറത്താക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ എന്നെ പ്രോത്സാഹിപ്പിക്കും. ആ പ്രോത്സാഹനം ഒരിഷ്ടമായിട്ട് മാറും. ആ ഇഷ്ടം പിന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അവളെ എന്നിലേക്ക് എത്തിക്കും. അതിനു വേണ്ടിയാണ് ഈ പാടുപെടൽ. അത് കേട്ടതും വരുൺ, പക്ഷെ നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ കയറി കളിക്കുന്നേ? ഞാൻ അറയ്ക്കലിൽ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാ. അവിടെ നിന്നും നീ എന്നെ പുറത്താക്കാൻ നോക്കി. അതെന്തിനാ? വരുൺ സാറിന് കഴിവുണ്ടെങ്കിൽ ഇനി അറയ്ക്കലിലേക്ക് തിരിച്ചു കയറാൻ നോക്കും.
അല്ലാതെ വെറുതെ എൻ്റെ മെക്കിട്ട് കയറുകയല്ല വേണ്ടത്. രാധിക മാം എന്നെ ഏൽപ്പിച്ചതുപോലെ ഗീതുവിനെ വളച്ചെടുക്കാനുള്ള കളിയാണ് ഞാൻ കളിച്ചത്. ഇനി അറയ്ക്കലിലേക്ക് കയറി പറ്റാനുള്ള വഴി കരുണേട്ടനുണ്ടാക്ക് എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അവിടെ നിന്നും വലിയ ആൾ കളിക്കുക. ശരി, ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഗീതു അവിടെ നിന്ന് ഇറങ്ങിയാൽ നീ ചെയ്തതിനൊന്നും നിനക്ക് ശിക്ഷയുണ്ടാവില്ല. പക്ഷേ ഗീതു അവിടെ നിന്ന് ഇറങ്ങാതെ അറയ്ക്കൽ തറവാട്ടിൽ എല്ലാ അധികാരത്തോടെയും ജീവിക്കുകയാണെങ്കിൽ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല, മനസ്സിലായോ എന്നൊക്കെ പറയുവാണ്. അത് കേട്ടതും നമ്മുടെ കിഷോർ ചിരിച്ചുകൊണ്ട്, ഈ കിഷോർ ഒരു കാര്യമേറ്റ അത് നടക്കും, നടത്തിയിട്ടേ കിഷോർ പിന്നെ ഉറങ്ങും എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം കിഷോർ പോയി കഴിഞ്ഞതും വരുൺ, അമ്മ എന്തിനാ ഇവനെയൊക്കെ ഇങ്ങനെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോയത്? എടാ, അവനെ അങ്ങനെ ഒരു ജോലി ഏൽപ്പിച്ചതുകൊണ്ട് ഇന്ന് കാര്യങ്ങൾ ഇവിടെ വരെ എത്തി. നോക്കിക്കോ, ഗീതുവിനെ നമുക്കൊരു ശല്യം ഉണ്ടാക്കാതെ അവൻ തന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളും. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് രാധിക അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കിഷോർ നേരെ എത്തിയത് ഭദ്രനരികിലേക്കാണ്. ഭദ്രനെ മൂക്കറ്റം കുടിപ്പിച്ചിട്ട് കിഷോർ, അങ്കിൾ, എനിക്ക് എന്തായാലും ഗീതുവിനെ വേണം. ഗീതു എൻ്റെ ജീവിതത്തിലേക്ക് വരണം. ഞാൻ മോഹിച്ച പെണ്ണാ അവൾ എൻ്റെ പിടിവിട്ട് പോകാൻ കാരണക്കാരൻ നിങ്ങൾ ഒറ്റൊരുത്തനാ. എടാ മണ്ട, അതെങ്ങനെ നടക്കും? ഇപ്പം നിൻ്റെ ഭാര്യ അവർണിക മോളല്ലേ? അവർണിക മോള് നിന്നെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ അവൾക്ക് എന്നിലൊരു സംശയം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഏതു നേരവും ഞാൻ പുറത്തു പോകുന്നത് കണ്ട് അവൾ സംശയത്തോടെ എന്നോട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുമുണ്ട്. ഞാൻ അവളോട് പറഞ്ഞിട്ടുമുണ്ട്, എനിക്ക് പല ബന്ധവും ഉണ്ടാവും, അതൊന്നും നിന്നെയും നിൻ്റെ ഡാഡിയെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇതെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അധികം വൈകാതെ അപർണിക എൻ്റെ ജീവിതത്തിൽ നിന്നും പോകുമെന്നുള്ള കാര്യം ഉറപ്പാ. അപർണിക എൻ്റെ ജീവിതത്തിൽ നിന്നും പോയാൽ ഗീതു എൻ്റെ ജീവിതത്തിലേക്ക് വരണം. അതിനു മുമ്പ് ഗോവിന്ദ് മാധവൻ, AGMൻ്റെ ചെയർമാൻ ഗോവിന്ദ് മാധവൻ മരിക്കണം. അവൻ മരിച്ച് എന്നേക്കുമായി ഗീതു എൻ്റെ സ്വന്തമാകണം. ഗോവിന്ദ് മാധവൻ്റെ സ്വത്തുക്കളെല്ലാം ഗീതുവിന് കിട്ടിക്കഴിയുമ്പോൾ ഗീതുവിനെ കല്യാണം കഴിക്കുന്ന അടുത്ത വ്യക്തിക്കും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ AGMൻ്റെയും അറയ്ക്കലിൻ്റെയും പാതി സ്വത്ത് ഭദ്രനങ്ങളുടെ പേരിൽ ഞാൻ എഴുതിത്തരും. സത്യമാണോടാ മോനെ നീ പറയുന്നേ? ഇതെല്ലാം നടന്നാൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്യും. ഈ കിഷോറിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇത് കേട്ടതും ഭദ്രൻ, എന്നാ പിന്നെ നീ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും, അത് ഉറപ്പാ. നീയേ എൻ്റെ മഹാലക്ഷ്മിയാ, മഹാലക്ഷ്മി. അത് കേട്ടതും കിഷോർ ഒന്ന് ചിരിക്കുക. എന്തായാലും ഇനി അടുത്ത കാര്യങ്ങൾ നടക്കട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഗീതു എനിക്ക് സ്വന്തം ആയിക്കൊള്ളണം. ഉറപ്പായിട്ടും ആകൂടെ മോനെ. ഈ ഭദ്രനല്ലേ നിനക്ക് വാക്ക് തരുന്നേ, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.